ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മന്ത്രകോടിയും ബാക്കി നമ്മുടെ പ്രീ വെഡിങ്ങിൻ്റെ സാരിയൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വളരെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 11:30-12 മണിയോട് അടുപ്പിച്ചാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെയാണ് സംഭവം. അതെ, നമ്മൾ അവസാനം ഇഹാ ഡിസൈൻസിലെത്തി. ഇവിടെ നിന്നാണ് എൻ്റെ മൈൻഡിൽ ഈ വീഡിയോസൊക്കെ, അവരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോയി സാരി നോക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഫസ്റ്റ് മന്ത്രകോടി നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നോക്കുന്നതാണ്. പക്ഷേ ഡിസപ്പോയിൻറ്റിങ് എന്ന് വേണം, നമുക്ക് വിചാരിച്ച സാധനം ആദ്യം കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഒരു ബനാറസി ഇതിലുള്ള കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. കാരണം എൻ്റെ പ്രീ വെഡ്ഡിങ് റിസപ്ഷന് ഞാനൊരു ബനാറസി സാരി ആണ് നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ കുറേ കളക്ഷൻസൊക്കെ നോക്കിയതിന് ശേഷം ഒരു റെഡ് സാരി, അതായിരുന്നു എൻ്റെ റെഫറൻസ് തന്നെ അതായിരുന്നു. അപ്പം അവസാനം ഒരെണ്ണം കിട്ടി നമുക്ക്. ഞാൻ വിചാരിച്ച സെയിം ആ ഡിസൈനിലുള്ളതായിരുന്നില്ലെങ്കിലും അവസാനം എനിക്ക് ഉടുപ്പിച്ചവർ തന്നപ്പോഴും എനിക്ക് അല്ലാണ്ട് നോക്കിയപ്പോഴും എനിക്കിത് ഓക്കെ ആയിരുന്നു. എൻ്റെ റെഫറൻസിന് ഇത് നന്നായിട്ട് ഓർണമെൻറ്റ്സുമായിട്ടൊക്കെ സെറ്റായി പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ മജന്ത കളറിൻ്റെ ആ ഒരു ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, റെഡ് കളറിൽ. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ മന്ത്രകോടി നോക്കുന്നതാണ്. സെക്കൻഡ് സാരി ആണെങ്കിൽ ഇത് സൂപ്പറാണ്. കാര്യം നമുക്ക് പിന്നെയും അടിപൊളി സാരി. അങ്ങനെ നമുക്ക് ഈ സാരി, ഇതൊരു ടിഷ്യൂ കാഞ്ചീപുരം സാരി ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു വെറൈറ്റി, ഒരു യുണീക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരും അത് നമ്മളെടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടുപ്പിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ അവിടുത്തെ ആ ഓണർ വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിനെ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഫൂട്ടേജാണത്. പിന്നെ അതിന് ശേഷം നമ്മൾ അമ്മമാർക്കുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, അല്ലാണ്ടുള്ള കുറച്ച് സാരികളും കളക്ഷൻസും ഒക്കെ നോക്കി. ഡിസൈനർ സാരീസൊക്കെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒരു സാരി ഇഷ്ടമായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രേപ്പ് ചെയ്ത് നോക്കുവാണ്. അവർ ഉടുപ്പിച്ച് തന്നു. അപ്പോൾ നമ്മൾ ഈ സാരിയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല, നമ്മളത് ഓൺലൈൻ വഴി അടുത്ത് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അമ്മയ്ക്ക്. അപ്പം അവർ ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാരി പോലും അവർ അലക്ഷ്യമായിട്ട് ഇടാറേയില്ല. അവരെല്ലാ സാരിയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മടക്കി വെച്ചിട്ടേ അടുത്ത സാരി എടുക്കാറുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ സാരി വന്നു. പിന്നെ അതിൻ്റെ അണ്ടർസ്കേർട്ട് നമുക്ക് സെയിം കളർ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇഹാ ഡിസൈൻസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോൾ നമ്മൾ ഈ സാരി വെച്ച് നോക്കിയ വീഡിയോ ഇഹാ ഡിസൈൻസിൻ്റെ സ്റ്റോറിയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. എനിക്കവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് അവരെ കസ്റ്റമർ സർവീസും പിന്നെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസും തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.